നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം കറക്റ്റായിട്ട് നമ്മളെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കും. വാട്സപ്പ് കൂടിയല്ലേ അധികം സെൻഡ് ചെയ്ത് കൊടുക്കുക. പോട്ടെ, അതടക്കട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. നമ്മൾ ഏരിയത്തേക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒക്കെ ലൊക്കേഷനാണ് ഉപയോഗിക്കുക. ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മളുള്ള ലൊക്കേഷൻ, കറണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നാൽ അധികം ആൾക്കാരും ചെയ്യുന്നൊരു തെറ്റ് കാരണം ഈ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുത്താൽ സുഹൃത്തിന് എത്താനാവും, പക്ഷേ പരിസരത്ത് എവിടെയെങ്കിലും എത്തുക. ആടുന്ന ഒരു 150 വിളി വിളിച്ചിട്ടാണ് നമ്മളെ അടുത്തേക്ക് വരേണ്ടി വരിക. അങ്ങനെ അതെന്തുകൊണ്ടാണ്? അത് കറക്റ്റായിട്ട് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് വാട്സപ്പ് കറക്റ്റായിട്ട് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുക? അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന അതേ സ്ഥാനത്ത് സുഹൃത്തിന് എത്താൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇപ്പം വാട്സപ്പ് തുറന്നിട്ട് ഒരു ചാറ്റ് എടുത്തിട്ട് അതിൽ ലൊക്കേഷൻ സെൻഡ് ചെയ്യുക. ലൊക്കേഷൻ സെൻഡ് ചെയ്യുകയിലൂടെയാ താഴെ ഒരു കൊക്കയും കൊടുത്തില്ലേ, അത് ഞെക്കിയാൽ ഇവിടെ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ലൊക്കേഷൻ വരും. സാധാരണ എല്ലാവരും എന്താ ചെയ്യുക? സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നുള്ള ഈ ഭാഗം അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇതങ്ങ് ഞെക്കി കൊടുക്കും, ലൊക്കേഷൻ അങ്ങ് പോകും. അതിന് പകരം കറക്റ്റായിട്ട് എത്തണമെങ്കിൽ മേലൊരു സാധനം കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഒരു പിന്നൈക്കം വന്ന് കണ്ടോ, അത് നമ്മളുള്ള ഭാഗത്ത്, നമ്മളെ പ്രത്യേകമായിട്ട് നീലയിൽ കാണിക്കും. ആ ഭാഗത്ത് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നില്ല, എവിടെയാണോ അവർക്ക് എത്തേണ്ടത് അവിടെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെൻഡ് ദിസ് ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എത്തും. ഇതേപോലെ തന്നെ സുഹൃത്തിനെ വൈദ്യുതിക്കാനും പറ്റും കേട്ടോ. ഈ പിൻ ചെയ്ത ഭാഗം കുറച്ച് നീക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ ഓനെ ആടെ എത്തുക. ഒന്ന് ചുറ്റിക്കാം. സംഭവം അങ്ങനെ അടിപൊളിയല്ലേ? അപ്പോൾ അധികം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തൊരു സംഭവമാണ് ഇത്. സെൻഡ് ദിസ് ലൊക്കേഷൻ അല്ലേ, ഇതങ്ങ് സെൻഡ് ചെയ്ത് കൊടുത്താൽ ലൊക്കേഷൻ പോയിക്കോളും. ഇത് നിങ്ങൾക്ക് അറിയാനോ? അറിയാമെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാത്തവരുണ്ടാവും, ഓലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ. കഴിഞ്ഞ ആരോ ഒന്ന് കമൻറ്റ് ഇട്ട് കണ്ടിക്ക്. വാട്സപ്പിൽ ചില ആൾക്കാർക്ക് മാത്രമായിട്ട് സ്റ്റാറ്റസ് എങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർ കാണാവുന്നത് വാട്സപ്പ് ബാക്കിയെല്ലാവരും കാണണം. അതിനുള്ള പ്രൈവസി സെറ്റിങ്സ് കിട്ടിയുള്ളത് നമ്മളാന്ന് നോക്കുക. ഇപ്പോൾ സ്റ്റാറ്റസ് എടുത്ത് ഞാൻ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് സെലക്ട് ചെയ്തിട്ട് ഇതിനെന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതുകയൊക്കെ ചെയ്യുക. എന്നിട്ട് അത് സെൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ താഴെ കണ്ടോ സ്റ്റാറ്റസ് എന്നുള്ള ഒരു ഭാഗം, ഇതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ ഇവിടെ 3 ഓപ്ഷൻ വരും. അത് മേലെ മൈ കോണ്ടാക്റ്റ് ഉണ്ടാവും. ഈ മൈ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്താൽ നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും പോകും. രണ്ടാമതുള്ളത് മൈ കോണ്ടാക്ട് എക്സ്പെക്ട് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിലുള്ള നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ആരൊക്കെ സെലക്ട് ചെയ്യുന്നോ അവർക്ക് കാണാനാകില്ല, ബാക്കി എല്ലാവർക്കും കാണാനാവും കോണ്ടാക്ട് ലിസ്റ്റിലുള്ള. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ഓൺലി ഷെയർ വിത്ത് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആരൊക്കെ സെലക്ട് ചെയ്യുന്നോ അവർക്ക് മാത്രമാണ് കാണാനാവും. സംഭവം തിരിഞ്ഞോ? എന്നിട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡണ്ണ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ആ പ്രൈവസി സെറ്റിങ്സ് ചെയ്ത്, അതായത് ആരെങ്കിലും കാണണോ അല്ലെങ്കിൽ കാണണ്ടോ എന്നുള്ളത് നമുക്കൂടെ തീരുമാനിക്കും. അങ്ങനെ സെൻഡ് ചെയ്യട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാനോ? ഇത് നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെങ്കിൽ അറിഞ്ഞൂടാത്തവരുണ്ടാവും, ഓലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. സംഭവം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ട് ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കട്ടോ, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പിയോ. താങ്ക് യു സോ മച്ച്.